വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുകാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അപ്പുക വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ വാട്ടർഫോൾ അക്വേറിയം ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നാൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ച സ്ഥലം. രണ്ട് മരങ്ങൾക്കിടയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൂന്തോട്ടത്തിൻ്റെ അരികിലോ അല്ലെങ്കിൽ മുറ്റത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു കോർണറിലൊക്കെ ഉണ്ടാക്കാം. ഇതിന് വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ എവിടെയെങ്കിലും ഉണ്ടായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. വണ്ടിയുടെ ടയർ ഉണ്ടാവും, പഴയ ടയർ. അതുപോലെ നമുക്കൊരു എയർ പമ്പ്, അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഫിൽട്ടർ ചെയ്യുന്ന എയർ പമ്പ്, പിന്നെ ഒരു പഴയ മോഡൽ മൺകുടം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മണ്ണിടുകയാണ്. കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ടയർ നമ്മൾ കൊടുക്കാൻ ആ ടയർ നമുക്ക് ഈ ടയർ പറ്റും. പഴയ ടയറാണ്. ടയർ നമുക്ക് ആവശ്യമാണ്. ആദ്യം ഇത് പിടിച്ചോ. അതിൻ്റെ വെള്ളമെല്ലാം ക്ലിയർ ചെയ്യാം. വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്നത് വൃത്തിയാക്കാം. ഇതിപ്പോൾ നമ്മൾ മണ്ണ് ഇട്ടെടുത്ത് ടയർ വെച്ച് സെറ്റ് ചെയ്യണം. നമ്മൾ ടയർ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്ത് വലിയ അക്വേറിയം ആക്കാം. നമുക്ക് കട്ട് ചെയ്യാൻ അത് പഴയ ടയറായതുകൊണ്ട് അതിൽ ഇരുമ്പിൻ്റെ കമ്പിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ വലിയ അക്വേറിയം കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. മണ്ണൊക്കെ ഇട്ട് അതൊന്ന് ലെവൽ ചെയ്യണം. അതിനുശേഷം ഒരുപാട് മണ്ണ് അതിൻ്റെ സൈഡിലൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അവിടെ ബാക്കിൽ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് മണ്ണ് നീക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒന്ന് ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഷീറ്റാണ് ഇടുന്നത്. അപ്പോൾ ഷീറ്റ് എന്തെങ്കിലുമൊക്കെ വേരൊക്കെ തട്ടി പൊട്ടാതിരിക്കാനാണ് കുറച്ച് പൊടിമണ്ണ് വിതറി ക്ലിയർ ചെയ്യാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഷീറ്റ് പൊട്ടിയിട്ട് വെള്ളം ലീക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ വെറുതെ വെച്ചൊരു വീട്ടിൽ കിടന്നൊരു ഷീറ്റാണ്, ഉപയോഗിക്കാത്തത്. ചെക്ക് ചെയ്തപ്പോൾ ഹോൾസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ ഷീറ്റാണ് നമ്മൾ അതിൽ പിരിച്ചിട്ട് അതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ മണ്ണൊക്കെ റെഡിയായി. ഇനി കുറച്ച് പൊടിമണ്ണിട്ട്, അതായത് നമ്മൾ അതിന് മുന്നേ താഴെ മണ്ണ് പുറത്തു പോകാതിരിക്കാൻ ചെറിയ ഉരുളക്കല്ല് വെച്ച് സൈഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൊടിമണ്ണിട്ട് ആ സ്ഥലങ്ങൾ നമുക്ക് തെന വിതരാനുള്ളത് കൊണ്ട്, പുല്ല് പിടിപ്പിക്കേണ്ടത് കൊണ്ട് പൊടിമണ്ണിട്ട് ആ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്തു. അപ്പോൾ മണ്ണൊക്കെ റെഡി ആയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തെന വിതറുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം മണ്ണിൽ നന്നായിട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളവിടെ മണ്ണൊക്കെ ഇടുമ്പോൾ കുറച്ച് അകത്ത് മണ്ണ് പോയിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കാം. കാരണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ലീക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മളതിൽ അക്വേറിയത്തിൽ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെക്ക് ചെയ്യണം, ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിനുശേഷം നമുക്ക് അക്വേറിയത്തിൽ കുറച്ച് കല്ലൊക്കെ ഇടാം. അതിൻ്റെ പുറത്ത് ഈ അക്വേറിയത്തിൻ്റെ സൈഡിലൊക്കെ കല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. അത് നമ്മളിവിടെ അടുത്തുള്ള നമ്മളെ പുഴയിൽ നിന്ന്
പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന കല്ലാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നല്ല. അതിനുശേഷം ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി വരുന്ന വർക്ക് നമുക്ക് പുല്ല് മുളച്ചതിന് ശേഷം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പഴയ മോഡൽ ഒരു മൺകുടം വേണം, അത് വാങ്ങിക്കാൻ പോകാം. എവിടെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ പോയി വാങ്ങിക്കാം. ഇപ്പം നമ്മൾ പോകുന്നത് പഴയ മോഡൽ ഒരു മൺകുടം നമുക്ക് ആവശ്യമുണ്ട്. അത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോകാം. അങ്ങനെ നമ്മൾ മൺകലങ്ങൾക്ക് വെക്കുന്ന ഷോപ്പിലാണുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു എല്ലാ തരം ഐറ്റംസും ഉണ്ട് ഇവിടെ. മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ പാത്ര ഐറ്റംസും ഇവിടെ ഉണ്ട്, പഴയ മോഡൽ, പുതിയ മോഡൽ. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം വാങ്ങിക്കണം. ഇത് നമ്മൾ അക്യൂറത്തിലൊക്കെ വാട്ടർ ഫിൽറ്ററിന് ഉപയോഗിക്കുന്ന എയർ പമ്പാണ്. ഈ ഒരു ഹോസ് ഇതിന്റെ അകത്ത് ബാക്കിലൂടെ പോകും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോസ് ഉണ്ടായിട്ട് പൊട്ടിൽ പമ്പ് ഇവിടെ പൊട്ടിയ. ഓക്കെ, പോവാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുന്ന അറിയാം, ചിപ്പറായിട്ടൊരു ഇങ്ങനെ ഒരു പിന്ന് കുത്തി അവിടെ ബ്ലോക്ക് ചെയ്താലുണ്ടാവും പുറകിലോട്ട്. അപ്പൊ ഇത് പുറകിലോട്ട് വലിച്ചാലുണ്ടാവും, വരില്ല. പിന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ പവർ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് ഈ എയർ പമ്പിൻ്റെ കേബിൾ കട്ട് ചെയ്ത് നമ്മൾ ജോയിൻ്റ് ചെയ്യാണ് വേറെ കേബിളിന്. ഇതൊന്ന് പിന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തത് പവർ വർക്ക് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. തെനയാണ്, തെന നമ്മൾ ലവ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന ഭക്ഷണമാണ്. ഇത് നമ്മളിവിടെ വിതറാൻ പോവാണ്. അതായത് ഇത് വിതറിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാവും പുല്ല് കൊണ്ടുവരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പിന്നെ പോവും, എന്നാലും നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. തെന ഒക്കെ വിതറി നന്നായിട്ട് വിതറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് മഞ്ഞൾ പൊടി വിതറി കൊടുത്താൽ തെന നശിക്കാതെ കിട്ടും. 2 ദിവസത്തിന് ശേഷം പുല്ല് ഏകദേശം മുളച്ച് വരും. ഇപ്പോൾ ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. നന്നായിട്ട് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ പുല്ലൊക്കെ നന്നായി മുളച്ചിട്ടുണ്ട്. ഏകദേശം 3 ദിവസം എടുത്തു ഇങ്ങനെ പുല്ല് മുളച്ച് വരാൻ വേണ്ടിയിട്ട്. ഈ മൺകുടം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓസ് ഫ്രണ്ടിൽ നിന്ന്, അതായത് നമ്മൾ മുൻവശത്ത് നിന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ നമ്മളത് കവർ ചെയ്ത് വെക്കാൻ ശ്രമിക്കണം.
മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ നമ്മൾ കുറച്ച് സമയം ടെമ്പറേച്ചർ ക്ലിയർ ആക്കാൻ വേണ്ടി അങ്ങനെ തന്നെ കുറച്ച് സമയം വെക്കുക. പിന്നെ അത് തന്നെ തന്നെ ഇറങ്ങി പോയിക്കോളേ. അപ്പോൾ വെള്ളത്തേല കുറച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.